കൊല്ലം ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ തൊഴിലാളികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 2002 മുതൽ കോർപ്പറേഷനിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെയായിരുന്നു പ്രതിഷേധം. തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരെ കേസ് നൽകിയപ്പോൾ അവരെ സ്ഥിരമായി നിയമിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കണമെന്ന് 2022 തദ്ദേശ സ്വയംഭരണ ട്രിബ്യൂണലും ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് നടപ്പാക്കാമെന്ന് മുമ്പ് നൽകിയിരുന്ന വാക്കു പാലിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ നടക്കുന്ന സമയത്താണ് കൗൺസിൽ ഹാളിന് മുന്നിലേക്ക് മാർച്ച് നടന്നത്. പ്രതിഷേധിച്ച 50ഓളം ശുചീകരണ തൊഴിലാളികളെ പോലീസ് കോർപ്പറേഷൻ കവാടത്തിൽ തടഞ്ഞു. തുടർന്ന് തൊഴിലാളികൾ കോർപ്പറേഷൻ കവാടത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ജോലി തരുന്നില്ല, അതെന്താ കാര്യം? ശുചീകരണ തൊഴിലാളിക്ക് മാത്രം കാര്യം, ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല ജീവിക്കാൻ. പണ്ടോട്ടെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക. സ്ഥലത്തെത്തിയ കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ, കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് തൃക്കടവൂർ അജിത് എന്നിവർ സമരം ഏറ്റെടുത്തു. സമരവിവരം അറിഞ്ഞ് കൗൺസിലർ കുരുവിള ജോസഫ് വിഷയം ഉന്നയിച്ചു. വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും അവർക്ക് ഉടൻ നിയമനം നൽകാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും മേയർ പ്രസന്ന ഏണസ്റ്റ് കൗൺസിലിനെ അറിയിച്ചു. കൗൺസിലിന് ശേഷം കോർപ്പറേഷന് മുന്നിൽ വന്ന മേയറും പ്രസന്ന ഏണസ്റ്റ് ഡി ഗീതാകൃഷ്ണൻ, തൃക്കടവൂർ അജിത്ത്, കുരുവിള ജോസഫ്, ബിജു, കൺവീനർ അനി മറ്റ് തൊഴിലാളി പ്രതിനിധികളുമായി സംസാരിച്ച് പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.